ഇന്നത്തെ എൻ്റെ യാത്ര പാഞ്ചാലിമേടിലേക്കാണ്. അപ്പോൾ പാഞ്ചാലിമേടിലേക്ക് പോകുന്ന വഴി പല കാഴ്ചകളും നമ്മൾ കണ്ടു. അതിനുശേഷം നമ്മൾ മൗണ്ടൻ മിസ്റ്റി റിസോർട്ടിലേക്കും തേയിലയിലേക്കുമാണ് പോയത്. അപ്പോൾ ഞങ്ങൾ കോട്ടയത്തു നിന്നാണ് കേട്ടോ ഈ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ നിന്ന്. അപ്പോൾ ഇവിടെ നമ്മൾ മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്. കാണാൻ ഭയങ്കര ലുക്കാണ് കേട്ടോ. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിച്ചത്. അപ്പോൾ നമുക്ക് അകത്തേക്ക് പോയാലോ? അപ്പോൾ അകത്തേക്ക് ചെല്ലുമ്പോൾ തന്നെ വലിയ വലിയ മീനുകളൊക്കെ ഗ്രില്ല് ചെയ്യാൻ വേണ്ടി അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മെയിനായിട്ടും ഓർഡർ ചെയ്ത ഐറ്റം മട്ടൺ മന്തിയാണ്. മന്തി കഴിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ വന്നത്. ഇവിടുത്തെ മന്തി എന്ന് പറയുന്നത് ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മട്ടനൊക്കെ നല്ല സ്ലോ കുക്ക് ചെയ്ത് നല്ല സോഫ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ആയിരുന്നു, ഭയങ്കര ടെൻഡറായിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഒരാൾ ബീഫ് ഓർഡർ ചെയ്തു. ബീഫ് അത്രയ്ക്ക് പോരായിരുന്നു കേട്ടോ. മട്ടനാണ് ഇവിടുത്തെ കിടിലം. പിന്നെ നിങ്ങൾക്ക് ഇവരുടെ ചിക്കൻ അൽഫാം ട്രൈ ചെയ്യാം, അത് അടിപൊളിയാണ്. പിന്നെ യമൻ ചിക്കൻ, ഇത് കുറച്ച് സ്വീറ്റ് ആട്ടോ. ഹണി ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് യമൻ ചിക്കൻ ഇഷ്ടപ്പെടും. പിന്നെ ഇവിടെ പുറത്ത് ടർഫുണ്ട്, ഒരു ഓപ്പൺ ജിമ്മുണ്ട്, ചിൽഡ്രൻസ് പാർക്കുണ്ട്, പൂളുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വന്ന് ഫാമിലിയായിട്ടൊക്കെ വന്ന് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റിയൊരു സ്പേസാണ്. വൈകുന്നേരങ്ങളിൽ നല്ല വൈബായിരിക്കും, അടിപൊളിയായിരിക്കും. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്കല്ലേ വന്നത്, അപ്പോൾ നല്ല വെയിലായിരുന്നു. ഉള്ളിൽ ഇത് തേയിലയുടെ പ്രൊഡക്ട്സ് വയ്ക്കുന്നുണ്ട്. നമ്മൾ എന്തായാലും തേയിലയുടെ റെസ്റ്റോറൻറ്റിൽ പോകുന്നുണ്ടേ. പിന്നെ പോണ വഴി ഒരു ഫ്രഞ്ച് ഫ്രൈസും മേടിച്ച് നമ്മളിതാ വീണ്ടും യാത്ര തുടരുന്നു. ഓൺ ദ വേ ഞങ്ങൾ ഹോം ഗ്രൗണ്ട് എന്ന് പറഞ്ഞൊരു നഴ്സറി കണ്ടു. ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു ചെറിയ ഫുഡ് സ്പോട്ടുണ്ട്. അപ്പോൾ ഇത് വില്ലേജ് ക്രഷ് എന്ന് പറയുന്ന ഹോം മെയ്ഡ് ഐറ്റംസ് വെക്കുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ഇവിടെ നല്ല അടിപൊളി ജ്യൂസസ് കിട്ടും. ഇത് കണ്ടോ, നല്ല റിയൽ കരിക്ക് ഉപയോഗിച്ചിട്ടുള്ള കരിക്കൻ ഷേക്ക്, നല്ല അടിപൊളി പുഡിങ്. അപ്പോൾ ഇവിടെ ഉള്ള എല്ലാം നല്ല റിയൽ ഫ്രൂട്ട് ജ്യൂസസ് ആണ്. പുള്ളിക്കാരി പറഞ്ഞ എല്ലാം നാച്ചുറലാണ്, എല്ലാം ഹോം മെയ്ഡാണ്. നല്ല അടിപൊളി ചക്ക ചിപ്സും വറ്റലും ഒക്കെ കിട്ടും കേട്ടോ. പിന്നെ ഇവരുടെ കാരമൽ പുഡിങ്ങും ചോക്ലേറ്റ് പുഡിങ്ങും മസ്റ്റ് ട്രൈ ആണ്. അപ്പോൾ പുള്ളിക്കാരോട് സംസാരിച്ച് ടൈം പോയതേ അറിഞ്ഞില്ല. 2 പുഡിങ് കൂടി ട്രൈ ചെയ്തിട്ട് നമ്മളിതാ യാത്ര തുടരുന്നു. അങ്ങനെ നമ്മൾ ആ ഹില്ല് കയറുവാണ്. പാഞ്ചാലിമേട് എത്താൻ ഇനി കുറച്ചും കൂടി ദൂരമുണ്ട്. പോകുന്ന വഴിയുള്ള കാഴ്ചകൾ ഈ തോട്ടങ്ങളൊക്കെ കണ്ടു, പൈനാപ്പിളിൻ്റെ തോട്ടങ്ങൾ. ഇനി അങ്ങോട്ട് നമ്മൾ ഫുൾ ബ്ലൂ കളർ ഹിൽസാണ് കാണുന്നത്. ഓൾട്ടിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ചെവിയൊക്കെ അടയുന്നുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ക്ലൈമറ്റും ചേഞ്ചായി, കുറച്ച് തണുപ്പൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നല്ല ബ്ലൂ ഹിൽസ് കണ്ടു, ഭയങ്കര രസമല്ലേ. അപ്പോൾ പാഞ്ചാലിമേട് എത്തി. അപ്പോൾ പാഞ്ചാലിമേടിൻ്റെ എൻട്രൻസ് ആ ഒരു വലിയൊരു കവാടോ കണ്ടത്. പിന്നെ ഇവിടേക്ക് കയറുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു ടിക്കറ്റ് ചാർജ് ഉണ്ട്, 25 റുപ്പീസേ ഉള്ളൂ അകത്തേക്ക് കയറാം. അപ്പോൾ കയറുമ്പോൾ തന്നെ ഒരു കൽമണ്ഡപം കാണാം. അപ്പോൾ ഈ പാഞ്ചാലിമേട് എന്ന് പറയുന്നത് പണ്ട് പാഞ്ചാലിയുമായി പാണ്ഡവന്മാർ താവളം അടിച്ച ഒരു കുന്നാണ് എന്നാണ് ഐതിഹ്യം പറയുന്നത്. അപ്പോൾ ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഈ ആനയുണ്ടോ, ഭയങ്കര അട്രാക്റ്റീവായിട്ട് അതിന് ഇങ്ങനെ തുമ്പിക്കന്നെ വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം ഇവിടെ ചെയ്തിട്ടുണ്ട്. നല്ല രസം, ഒത്തിരി പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ഈ കല്ലിൻ്റെ മണ്ഡപത്തിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് നല്ല കിട്ടില്ലം വ്യൂ കിട്ടും. അപ്പോൾ ക്ലൈമറ്റിനനുസരിച്ച് നല്ല അടിപൊളി വ്യൂസ് കിട്ടുന്ന ഒരു പ്ലേസ് എന്നാണ് പാഞ്ചാലിമേടിന് എല്ലാവരും പറയുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ഒരു പ്രോപ്പർ സണ്ണി ആയിട്ടുള്ള ദിവസം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പല ടൗൺസും കാണാൻ പറ്റും. ഒരുവിധം ഇതിന് ചുറ്റി നിൽക്കുന്ന കോട്ടയത്തുള്ള പല ടൗൺസും നമുക്ക് കാണാൻ പറ്റും. ആലപ്പുഴ കാണാൻ പറ്റും. അങ്ങനെയൊക്കെയാണ് പറയപ്പെടുന്നത്. അപ്പോൾ എനിക്കിതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല. ഞാൻ പോയപ്പോൾ നല്ല മഞ്ഞ് മൂടി കിടക്കുകയാണ്. അതുകൊണ്ട് എനിക്കൊരുപാട് ടൗൺഷിപ്പ് വ്യൂസ് ഒന്നും കിട്ടിയില്ല. പക്ഷേ ഇവിടെ ഇരുന്നൊരു ചായയൊക്കെ കുടിച്ച് നല്ലൊരു വൈബ് കിട്ടും കേട്ടോ നമുക്ക് ഇവിടെ വന്നിരിക്കുമ്പോൾ. പിന്നെ നമ്മൾ കുറച്ച് മേളിലേക്ക് കയറുമ്പോൾ കുന്ന് കയറണം. അപ്പോൾ കുറച്ച് നടന്ന് കയറുമ്പോൾ ഇങ്ങനത്തെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട്. അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ദൂരെ റിവർ കാണാം. പക്ഷേ ഞാനത് വലിഞ്ഞു കയറാൻ നിന്നില്ല. എനിവേ അവിടെ ദൂരെ സൂം ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, അവിടെ റിവർ, ഒരു വാട്ടർ ബോഡിയുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ മേലെ കയറിയ കുറേ കുരിശടീസ് കാണാം. കുറേ കുരിശടികളുണ്ട്. പിന്നെ അതേപോലെ നമ്മൾ ഇങ്ങനെ കയറി പോകുമ്പോൾ നല്ല കാറ്റ്, നല്ല വൈബ്. അവിടെ നിന്ന് ഗിറ്റാറൊക്കെ പ്ലേ ചെയ്യുന്നവരെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ. നല്ല രസമായിരിക്കും നമുക്ക് ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരുമ്പോൾ, ഫാമിലി ആയിട്ടൊക്കെ വരുമ്പോഴേ ഈ കുന്നിൻ്റെ മേലേക്ക് ഇങ്ങനെ നടന്ന് പോയി ഈ വ്യൂ ഒക്കെ കണ്ട് കുറച്ച് ടൈമൊക്കെ നമ്മൾ സ്പെൻഡ് ചെയ്യുക. അപ്പോൾ നല്ലൊരു പ്ലേസാണ് പാഞ്ചാലിമേട്. അപ്പോൾ നേച്ചറുമായിട്ട് അല്ലെങ്കിൽ ചേരാൻ താല്പര്യമുള്ളവർക്ക് ഇത് ഇഷ്ടപ്പെടും, നേച്ചറിന് ഇഷ്ടമില്ലാത്തവർക്ക് ഇഷ്ടപ്പെടത്തില്ല. ഓക്കെ, എനിവേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല കാറ്റും നല്ല വ്യൂവും അതൊക്കെ ആസ്വദിച്ച് നമ്മൾ തിരിച്ചു പോകാം. അപ്പോൾ കൽമണ്ഡപത്തിലേക്ക് ഒരു റൗണ്ടും കൂടെ ഒന്ന് അടിച്ച് അതിൻ്റെ അകത്തൂടെ ഒന്ന് നടന്നിട്ട് പോകാമെന്ന് കരുതി. ഇറങ്ങുന്നതിന് മുന്നേ ഒരാളോട് യാത്ര പറയണമെന്നുണ്ട്. ആരോടാണെന്ന് ഗസ് ചെയ്യാമോ? ഈ സ്റ്റെപ്പിൻ്റെ അവിടെയുള്ള ആനയുടെ തുമ്പിക്കുന്ന വെള്ളം വീഴുമ്പോൾ തൊട്ടുള്ള ആഗ്രഹമാണ് അതിനെ ഒന്ന് തൊട്ട് നോക്കണം എന്നുള്ളത്. എന്തായാലും കൊള്ളായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. പാഞ്ചാലിമേടിനോട് വിട പറഞ്ഞ് നമുക്ക് തേയില റെസ്റ്റോറൻറ്റിൽ എത്തണം. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇറങ്ങുമ്പോൾ ഉണ്ടല്ലോ, ഈ ഉപ്പിലിട്ടേക്ക് കാണുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ഹോൾട്ടാവും. നമുക്ക് നെല്ലിക്ക കഴിക്കണം, മാങ്ങ കഴിക്കണം, ക്യാരറ്റ് കഴിക്കണം എന്നൊക്കെ തോന്നും. അപ്പോൾ അതൊക്കെ മേടിച്ചൊന്ന് നമ്മൾ കഴിക്കും.
ഈ പാഞ്ചാലിമേടിൻ്റെ ചുറ്റും വേലി കെട്ടിയിരിക്കുന്നുണ്ടോ, നല്ല രസമല്ലേ, നല്ല അടിപൊളി വേലിയാണ് ഇവർ കെട്ടിയിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ കുന്നിറങ്ങി പോകുന്നു, നേരെ നമ്മൾ തേയില പിടിച്ച് പോവുക. അപ്പോൾ പോകുന്ന വഴി ഫുൾ തേയില കൃഷിയാണ്, നല്ല അടിപൊളി തേയിലത്തോട്ടങ്ങൾ. അപ്പോൾ അതിലൂടെയൊക്കെ നടന്ന് നല്ല രസകരമായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാം. അപ്പോൾ ഈവനിങ് ആയി, ഏകദേശം 6 മണി ആകാറായി. അപ്പോൾ വേഗം ഞാൻ തേയിലത്തോട്ടിലൊക്കെ നടന്നു കണ്ടു. ഇപ്പം തന്നെ എൻ്റെ ഇമേജൊക്കെ ബ്ലേർഡായ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈറ്റ് ഭയങ്കര കുറവാണ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് DTBCയുടെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പോൾ ഇവിടെ കയറി ഒരു ചായ കുടിക്കുക എന്നുള്ള ഒരു പരിപാടിയും കൂടെ ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് നമ്മൾ ക്ഷീണിച്ചു. അപ്പോൾ നമ്മളൊരു ചായ കുടിക്കണം. അവിടെ അത്യാവശ്യം ഫുഡൊക്കെ ഉണ്ട് കേട്ടോ. എല്ലാവരും മറ്റേ അൽഫാമും പൊറോട്ടയൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ടൂറിസ്റ്റ് ബസ്സുകൾ ഇങ്ങനെ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക. ഒത്തിരി പേര്, ശബരിമല സീസൺ ആയതുകൊണ്ടും കുറേ പേര് വരുന്നുണ്ട്. അപ്പോൾ ഒത്തിരി പേര് ഇങ്ങനെ വരുന്നു പോകുന്നു. അപ്പോൾ കുട്ടിക്കാനത്ത് ഓപ്പൺ കിച്ചൺ തേയില ഇങ്ങനെ 2 റെസ്റ്റോറൻറ്റ് അപ്പുറമായിട്ട് നിൽക്കുന്നു. അപ്പോൾ ഈ തേയില എന്ന് പറയുന്നത് മിസ്റ്റി മൗണ്ടൻ റിസോർട്ടിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു റെസ്റ്റോറൻറ്റാണ്. അപ്പോൾ റിസോർട്ട് കം റെസ്റ്റോറൻറ്റാണ്, റിസോർട്ടിലുള്ളവർക്കും ഫുഡ് കഴിക്കാനുള്ളൊരു റെസ്റ്റോറൻറ്റ്. അപ്പോൾ നല്ല ആംബിയൻസ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ മിസ്റ്റി മൗണ്ടൻ്റെയും തേയിലയുടെയും കുറേ പ്രോഡക്റ്റ്സൊക്കെ വിൽക്കുന്ന കാണാം. ബാക്കി കുറേ ഹോം മെയ്ഡ് പ്രോഡക്ട്സും നമുക്ക് കാണാം. പിന്നെ തേയില പേര് പോലെ തന്നെ നടുക്കത നല്ല അടിപൊളി ഒരു ചായക്കട അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. കിടില ആംബിയൻസ് ആണ് കേട്ടോ. പിന്നെ ഭയങ്കര തിരക്കും. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നല്ല ഹോം മെയ്ഡ് ജാംസ്, പിക്കിൾസ് ഒക്കെ മേടിക്കാൻ വേണമെന്നുണ്ടെങ്കിൽ, പിന്നെ നല്ല ചക്കവറ്റലും ചിപ്സും ഒത്തിരി ഐറ്റംസ് ഉണ്ട്. അപ്പോൾ മെയിൻലി ടൂറിസം ആണല്ലോ ഇവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിൻ്റെ തനതായ സ്പൈസസും ഐറ്റംസും ഒക്കെ നല്ല പോലെ വിറ്റ് പോകും. പിന്നെ ഇവർ നല്ല കിടിലം ആംബിയൻസ്, ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നല്ല ചൂട് ചിക്കൻ സ്റ്റൂവും നല്ല അടിപൊളി ചിക്കൻ സാൻഡ്വിച്ചും, ഇത് രണ്ടുമാണ് നമ്മൾ മേടിച്ചത്. ഇത് കൂടാതെ ഒരു ബീഫ് സ്റ്റേക്ക് കൂടെ ഓർഡർ ചെയ്തു. അത് നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എനിവേ ചിക്കൻ സാൻഡ്വിച്ചും പിന്നെ ഇവരുടെ ഒരു ലെമൺ ടാർട്ടും അടിപൊളിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്ര ഐറ്റംസ് കിടിലാണ്. അപ്പോൾ മിസ്റ്റി മൗണ്ടൻ റിസോർട്ടിലാണ്, പ്ലാന്റേഷൻ റിസോർട്ടിലാണ് സ്റ്റേ എടുക്കേണ്ടത്. ഇവിടെ വരുമ്പോഴത്തേക്കും നല്ല അടിപൊളി സ്റ്റേ ആണ്. അപ്പോൾ എനിവേ നമ്മുടെ വീഡിയോ കഴിഞ്ഞു. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ ബൈ, ടേക്ക് കെയർ, സീ യു. സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. അപ്പോൾ എൻജോയ് ഫ്രം ആപ്സ്.